ശ്രീ ബാലനാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തി ദിവസമാക്കിയാൽ അത് എങ്ങനെയാണ് നമുക്ക് ഗുണകരമാവുക? കിരൺ ഭായി നമസ്കാരം. നമസ്കാരം. 6 ദിവസം വർക്ക് ചെയ്തിട്ട് തന്നെ വർക്ക് പെൻഡിംഗ് ആണ്. അപ്പൊ അത് 5 ദിവസം ആകുമ്പോൾ കുറച്ചുകൂടെ കുറയല്ലേ? അതിപ്പോ വേണമെങ്കിൽ ഓരോ ദിവസം 1.5 മണിക്കൂറൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അതിൽ ചേർക്കാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ സേവകരാന്നുള്ള ആ ഒരു മൈൻഡിൽ നിന്നിട്ട് തന്നെ 4 ദിവസം പണിയിട്ടാലും മതി. 6 ദിവസം വേണ്ട, 5 ദിവസം വേണ്ട. പക്ഷെ ആ കാഴ്ചപ്പാട് പലപ്പോഴും മാറി. ഞാൻ അടക്കാൻ ശ്രദ്ധിക്കില്ല. ആ ഒരു കാഴ്ചപ്പാട് ഇല്ലാതെ പോകാനുള്ള മെയിൻ പ്രശ്നം നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഓരോ ഫയലും ഓരോ ജീവനാണെന്ന്. ഇപ്പൊ കഴിഞ്ഞ മാസം പോലും എന്റെ പാലക്കാട് ഒരാള് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി ഗതി കെട്ടിട്ട് ആത്മഹത്യ ചെയ്തു. ഇത് പലപ്പോഴും ഇത് ഒറ്റപ്പെട്ടല്ല, പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസ് പെട്രോൾ വെച്ച് കത്തിക്കാൻ പോയ അവസരം പോലും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും അസോസിയേഷൻ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസും കാരണം എന്താ സമയത്ത് വരുന്നില്ല, അല്ലെങ്കിൽ സമയത്ത് ഞാൻ ആക്ഷേപിക്കല്ല കേട്ടോ, സമയത്ത് വരുന്നില്ല അല്ലെങ്കിൽ ജനങ്ങളോടൊരു ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാന്യമായ ഭാഷയിൽ പറഞ്ഞവരെ തിരിച്ചുവിടുക. അപ്പൊ ഈ 4 മണിക്കൂർ 4 ദിവസം തന്നെ മതി, ഇഷ്ടം പോലെ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഓരോ കാര്യം വരുമ്പോഴും എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞ മാതിരി അവിടെ വരും. അവർക്ക് വരുമ്പോൾ തോന്നും, കാരണം അവർക്ക് വലിയ എൻജിഒന്റെ നേതാക്കന്മാരാവും, അവർ സമയത്തിന് വരില്ല, അവർക്ക് തോന്നിയ പോലെ ഇത്തരം പ്രശ്നങ്ങൾ പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് പറഞ്ഞു ഒരു ഗഡു സാമൂഹ്യത്വപ്പ് കൊടുത്തു, ബാക്കിക്ക് ഒരു കമ്മീഷൻ വെച്ചില്ലെന്ന് പറഞ്ഞു. അവരെയൊക്കെ ഒപ്പം കൂട്ടാൻ വേണ്ടി ഒരു രാഷ്ട്രീയ കളി ഇന്ത്യന്റെ പുറത്ത്. 4 ദിവസം മതി ആത്മാർത്ഥമായിട്ട്. എല്ലാവരും ചെയ്യുന്നില്ല, ആത്മാർത്ഥമായി ജനങ്ങളുടെ സേവകരാന്നുള്ള ബോധ്യത്തോടുകൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ 4 ദിവസം മതി എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോയലാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ജോയൽ, താങ്കൾ എങ്ങനെയാണ് ഈ സംവിധാനത്തെ കാണുന്നത്, ഈ 5 ദിവസം പ്രവൃത്തി ദിവസമാക്കുന്നതിന്? ശ്രീ രഘുവാണ്, ശ്രീ രഘുനന്ദനാണ്, കൊല്ലത്തു നിന്നാണ്. ശ്രീ രഘുനന്ദനൻ, താങ്കൾ എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു? ഞാൻ രഘുനന്ദനൻ, കൊല്ലം തിരുമുല്ലവാരം. ശരി, സാറിന്റെ സ്ഥലം മറന്നുപോയില്ലേ? ഇല്ല, ഞാൻ പെട്ടെന്ന് രഘു എന്നുള്ള പേര് ഇവര് വിളിക്കുന്ന പേരുകൾ സാറിന് അടിച്ചിടും. അപ്പോൾ ഞാൻ രഘുനന്ദനൻ എന്നുള്ള രഘുനന്ദനൻ എന്ന് പറഞ്ഞാൽ തിരുവില്ലാമരം എന്ന് അതിനൊപ്പം ഞാനങ്ങ് ഓർത്തേനെ. ശരി. അതായത് എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഗവൺമെന്റ് ജീവനക്കാരുടെ ഒരുപാട് ജോലികൾ ചെയ്യുന്നത് ഇപ്പം സേവന കേന്ദ്രങ്ങൾ വഴിയാണ്. അത് തന്നെ അവർക്കൊരു ആക്ഷനാണ്. പണ്ട് ഈ ജോലികളെല്ലാം മറ്റൊരു ചെയ്തുകൊണ്ടിരുന്നതാണ്. ഗവൺമെന്റ് നേരത്തെ ഒരു പ്രേക്ഷകൻ സംസാരിച്ച പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. അതായത് ജനങ്ങളുടെ സേവകരാണ് എന്നുള്ള ചിന്തയിൽ ജോലി ചെയ്യണം. അത് എത്ര ഗവൺമെന്റ് ജീവനക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഓരോ മണിക്കൂറോ 1.5 മണിക്കൂറോ ടൈം കൂട്ടുമെന്ന് പറഞ്ഞ് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പൊ ജോലി ചെയ്യുന്നതിനെക്കാട്ടും 1.5 മണിക്കൂർ സമയം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ വെറുതെ ഇരിക്കുന്നവർ 1.5 മണിക്കൂറും കൂടെ അവിടെ ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് പേര് ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യാത്തവരുണ്ട്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ പ്രൈവറ്റ് മേഖലയിലെ ആൾക്കാർ എങ്ങനെ ജോലി എടുക്കുന്നു, അവരുടെ കഷ്ടപ്പാടുണ്ടാകുന്നു, അവരുടെ ശമ്പളം എന്താണെന്ന് അവർ മനസ്സിലാക്കണം. കാര്യം ഗവൺമെന്റ് ജീവനക്കാർക്ക് ഒരുപാട് അവധികളുണ്ട്, അവർക്ക് ശമ്പളം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ആത്മാർത്ഥമായിട്ട് ഇപ്പൊ എത്രയോ പാവപ്പെട്ടവർ വന്ന് അവിടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന് അപേക്ഷിക്കുമ്പോൾ പോലും വളരെ നികൃഷ്ടമായിട്ട് അവരെ കാണുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കൊക്കെ വരുന്നത് എന്തെങ്കിലും ജീവിതം, ഈ മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് ഓരോ ജീവിതം ഓരോ ഫയലെന്ന് പറഞ്ഞ കണക്ക് ആ രീതിയിൽ അവർ കണ്ടുകൊണ്ട് അവർ നമ്മുടെ വീട്ടിലൊരു അംഗമാണ്, നമ്മുടെ അച്ഛനാണ് അമ്മയാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാണ് അവർ. അങ്ങനെ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ 5 ദിവസം ആക്കുന്നതിനേക്കാളും 6 ദിവസം തന്നെ വേണം. അങ്ങനെയെങ്കിലും കുറെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരമാവട്ടെ. അവർക്ക് ഒരു ദിവസം കുറച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ രഘുനന്ദനാണ് തിരുവില്ലാമരത്ത് നിന്നും പ്രതികരിച്ചത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ KG കുമാറാണ്, കർണാടകയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ KG കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ KG കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ സംവിധാനത്തെ കാണുന്നത്? ഈ സംവിധാനത്തെ കാണുന്നത് പറഞ്ഞാല് ഈ 5 ദിവസം ആക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചില ഓഫീസുകാർക്ക് കുഴപ്പമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഈ 5 ദിവസമൊക്കെ ആക്കി കഴിഞ്ഞാല് അവിടുത്തെ ജോലിയൊക്കെ ഒരുപാട് പെൻഡിങ് ആയി പോവോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ജോലിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20% കൂടുതൽ കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.